കല്യാണസുന്ദരതനും കാരുണ്യാമൃതലോചനം താരുണ്യനിത്യബോധായ ശ്രീനാരായണ ഗുരും ഭജേ. നമഃ ശ്രീനാരായണ ഗുരുദേവ മഹാത്മനി അവതാരവരിഷ്ഠായ പൂർണ്ണബ്രഹ്മസ്വരൂപിണി. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് സ്നേഹനിധികളായ ശിവഗിരി സാഹോദര്യം സ്മൈൽ കുടുംബാംഗങ്ങളെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും സ്നേഹ വന്ദനം. ശ്രീനാരായണ ഗുരുദേവ ജയന്തി സമീപിച്ചിരിക്കുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളും ഭക്ത സമൂഹവും. ഈ മലയാളക്കരയിൽ പ്രകൃതി ദുരന്തം പരിഗണിച്ച് ആഘോഷങ്ങൾക്ക് അല്പം അവധി കൊടുത്തുകൊണ്ട് ഇത്തവണത്തെ ഗുരുജയന്തി ആഘോഷം മാധവ സേവയോടൊപ്പം മാനവ സേവ കൂടിയായി മാറുകയാണ്. എല്ലാവരുടെയും അനുഭാവവും പ്രാർത്ഥനയും ദുരന്തമനുഭവിക്കുന്നവരിലേക്ക് പ്രവഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും അതിനുള്ള ശേഷി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരു ദൈവദശകത്തിൽ ദൈവത്തെ മായയായിട്ടും മായാവിയായിട്ടും മായാ വിനോദനായിട്ടും ഇതൊക്കെ നമുക്ക് ചിരപരിചിതമാണ്. മായ എന്ന ആ വാക്കിനെ നാം ഇപ്പോൾ വിശകലനം ചെയ്യുന്നില്ല. നാം ഇപ്പോൾ ഗുരുവിൻ്റെ ചില മായാലീലകളിലേക്ക് ഒന്ന് പോവുകയാണ്. നമുക്കറിയാം, അറിയും തോറും ആകാംക്ഷ മാത്രമല്ല, ആരാധനയുടെ ആഴവും പരപ്പും കൂടിയാണ് വർദ്ധിക്കുന്നത്. ബോധ്യപ്പെടലുകൂടി ഇവിടെ നടക്കുകയാണ്. പല വീക്ഷണ കോണുകളിൽ കൂടി ഗുരുവിനെ കാണുന്നവരുണ്ട്. ആ വീക്ഷണങ്ങളെല്ലാം സാധുവാണ്. എന്നിരുന്നാലും നമുക്ക് സാമാന്യ ജനങ്ങൾക്ക് മഹത്വത്തെ തത്വപരമായി അറിയുന്നതിൽ കൂടുതൽ പ്രയോജനകരവും അതുപോലെ തന്നെ ആസ്വാദ്യവും ആ ജീവിതത്തെ നോക്കിക്കണ്ട് ആസ്വദിക്കുന്നതായിരിക്കുമെന്ന് കരുതുകയാണ്. സാമാന്യ ജനങ്ങൾ അങ്ങനെയാണ്. പലപ്പോഴും പുരാണങ്ങൾ വായിക്കുമ്പോൾ അസംഭവ്യമായ കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ കഥകളായിട്ടാണ് നാം കാണാറുള്ളത്.
കഥകളാണെങ്കിലും എത്ര നിർവൃതിദായകമാണ് അതൊക്കെ. എത്ര കേട്ടാലും മതി വരില്ല. ഇതിനെ യാഥാർത്ഥ്യമെന്ന് കരുതി അതിനെ കൈകാര്യം ചെയ്യുമ്പോഴാണ് അത് വിമർശിക്കപ്പെടുന്നത്. കഥകൾ എങ്ങനെ ഉണ്ടായി? ഇപ്പൊ ഏതൊന്നിനെയും അതിശയോക്തി കലർത്തി ഈ ചമൽക്കാരങ്ങളൊക്കെ ചേർത്ത് പൊലിപ്പിക്കുക മനുഷ്യ സഹജമാണ്. ശരീരത്തെ എത്ര അലങ്കരണത്തിന് നാം വിധേയമാക്കുന്നു. അതുകൊണ്ടും തൃപ്തിയില്ല. അതിനെ വീണ്ടും വീണ്ടും പുതുക്കുവാൻ എന്തെല്ലാം വഴികളാണ് നമ്മൾ ചെയ്യുന്നത്. ആഹാരത്തിലാണെങ്കിലും വിശപ്പ് മാത്രമല്ല, രുചി മാത്രമല്ല, അതിനും ഉണ്ട് അലങ്കരണങ്ങൾ പലതും. ഇതിനെയൊന്നും പിന്തിരിപ്പനായി പുരോഗമന ചിന്താഗതിയുള്ളവരാരും കരുതുന്നില്ലല്ലോ. എപ്പോഴും ഫാഷൻ മാറുന്നു. അതിനെയെല്ലാം സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു. വിശ്വാസത്തിലും ഒക്കെ ഇത് ബാധിക്കും. അതുകൊണ്ട് പല വൈചിത്ര്യങ്ങളും അതിനകത്ത് കടന്നുകൂടും. നമ്മളതിൻ്റെയൊക്കെ സത്താണ്, സാരമാണ് അറിയേണ്ടത്. അതിനുള്ള വീക്ഷണമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. നമുക്ക് കൈവന്നിട്ടുള്ള ഒരു മഹാഭാഗ്യമാണ് വേദാഗമ സാരങ്ങൾ അറിഞ്ഞ ഒരുവൻ. അത് അപൂർവതയാണ്. ഇതുപോലെ മറ്റൊരാളില്ല. അതിൻ്റെ സാരമത്രയും സാംശീകരിക്കപ്പെട്ടതാണ്. അതത്രയും പ്രകാശിക്കപ്പെട്ടതാണ് ആ മഹനീയ ചരിത്രം. അപ്പം അവിടുന്ന് ആജന്മ സിദ്ധനായിരുന്നു, മുക്തനായിരുന്നു. തപശക്തി അല്ലെങ്കിൽ തപസ് പൂർണ്ണമായതിനു ശേഷമല്ല അവിടുത്തേക്ക് സിദ്ധികൾ കൈവന്നത് എന്നതിന് ചില സൂചനകളൊക്കെ ഉണ്ട്. ഗുരു ബാല്യകാലത്ത് അവിടുത്തേക്ക് സഹോദരിമാരുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. വയൽവാരം വീടിന് അടുത്തായി തന്നെയായിരുന്നു മാതുല ഭവനം. രാമൻ വൈദ്യർ ആ നാട്ടിൽ പേരെടുത്തിയ ഒരു ഭിഷഗ്വരനായിരുന്നു, വിദ്യാസമ്പന്നനായിരുന്നു. ആ സാമീപ്യമൊക്കെ ബാല്യത്തിലെ തന്നെ ഗുരു ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. എന്ന് മാത്രമല്ല, ബാല്യ ചാബല്യം എന്ന് നമ്മൾ കരുതുന്ന ആ കൊച്ചുനാണുവിൻ്റെ ചില വികൃതികൾ, ആ വികൃതികളെ കേവലം ചാബല്യമായിട്ടല്ല അമ്മാവൻ കണ്ടിരുന്നത്. അതിലും പാഠങ്ങൾ ദർശിക്കുവാൻ ആ മാതുലിന് സാധിച്ചിരുന്നു. ആ വിശിഷ്ട ജന്മത്തിന് ശേഷം ആ കണ്ണങ്കര മൂത്ത പിള്ളയുടെ സമയം നോക്കിയുള്ള ഒരു പ്രവചനം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തീർച്ചയായും ആഞ്ഞ് തറച്ചിരിക്കണം. ചില വേളകളിൽ കൊച്ചുനാണവും കുഞ്ഞു സഹോദരങ്ങളും കൂടി മാതുല ഭവനത്തിലേക്ക് ചെല്ലും. അപ്പോൾ അവിടെ ചെല്ലുന്നത് രാവിലത്തെ പ്രാതൽ സമയമാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൂടി കൊടുക്കൂ എന്ന് അമ്മാവൻ
നിർദ്ദേശിക്കും. അപ്പോൾ അവിടെ വിശാലമായ തോട്ടമുണ്ട്, വയലുണ്ട്, ആശ്രിതരായി കഴിയുന്നവരുണ്ട്, ചികിത്സയിൽ കഴിയുന്നവരുണ്ട്, ജോലിക്കാരുണ്ട്. അപ്പോൾ പലതരത്തിൽ അവിടെ ആഹാരമൊക്കെ തയ്യാറാക്കപ്പെടും. വൈദ്യർക്ക് വിശേഷമായി പൊടിയരിക്കഞ്ഞി തയ്യാറാക്കുമായിരുന്നത്രേ. മറ്റുള്ളവർക്ക് പൊതുവായി അല്ലാത്ത തരത്തിലും. ഇപ്പം ഇത്രയൊക്കെ ആളുകളുള്ളിടത്ത് തികയാതെ വരരുത്. സന്ദർശകർ വരും ചികിത്സയൊക്കെ തേടി, വിശേഷിച്ചും. അങ്ങനെയുള്ളവരാരും വിശന്നു പോകരുത്. അതുകൊണ്ട് ആഹാരം കൂടുതൽ കരുതുമ്പോൾ ചില സമയം അത് മിച്ചം വരാനിടയുണ്ട്. അപ്പം അതങ്ങനെ പാഴാക്കാറില്ല. ഇവിടെ വൈദ്യർക്ക് പൊടിയരിക്കഞ്ഞി തയ്യാറാക്കുമ്പോൾ ഇദ്ദേഹം ഈ കഞ്ഞി കുടിക്കുന്ന സമയത്താണ് ഈ കൊച്ചുമക്കൾ കയറി ചെല്ലുന്നതെങ്കിൽ, അനന്തരവർ കയറി ചെല്ലുന്നതെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൂടി കൊടുക്കൂ. പക്ഷേ അമ്മാവിക്ക് അതത്ര ഹിതകരമായിരുന്നില്ല. അപ്പോൾ അത് എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ പൊതുവിലുള്ളത് കോരിക്കൊടുക്കും. അമ്മാവിന് കൊടുത്തതിൻ്റെ, അല്ലെങ്കിൽ ഭർത്താവിന് കൊടുത്തതിൻ്റെ മിച്ചമുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കാരണവരെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കേണ്ടതില്ലല്ലോ എന്നായിരുന്നു അന്നത്തെ ആ ഗൃഹനാഥയുടെ ചിന്താഗതി. അന്നത്തെ നിലയ്ക്ക് അതിൽ തെറ്റ് പറയാനുമില്ല. അപ്പോൾ കാരണവരായ തന്നോടൊപ്പം അനന്തരവനെയും പരിഗണിക്കുന്നു എന്ന് കരുതിയാൽ മതി. അതാണ് ആ ഒരു താൻ അനുഭവിക്കുന്നത് തന്നെ അനന്തരവർ കൂടി കൊടുക്കുക. പക്ഷെ അമ്മായി അത് കേൾക്കില്ല. അമ്മായി സാധാരണ വെക്കുന്ന ആ പാത്രത്തിൽ നിന്നും കഞ്ഞി കോരി കൊടുക്കും. ഇവിടെ ഒരു അത്ഭുതം നടക്കുന്നുണ്ട്. കുട്ടികൾ കഴിച്ചു വെച്ച പാത്രം, അത് ചട്ടിയാവാം, എന്തുവായിക്കൊള്ളട്ടെ, അതെടുത്ത് കഴുകാൻ വെക്കുമ്പോൾ പൊടിയരിക്കഞ്ഞിയുടെ വറ്റാണതിൽ. അതിൻ്റെ വറ്റ് കാണുമ്പോൾ അറിയാം കൊടുത്ത കഞ്ഞിയല്ല, പക്ഷേ അമ്മാവന്, ഗൃഹനാഥന് കൊടുത്ത കഞ്ഞിയുടെ വറ്റാണിതിൽ കാണുന്നത്. ഇദ്ദേഹം എന്താണ് ഈ കാണിക്കുന്നത്? ഇദ്ദേഹത്തിന് കൊടുത്തത് ഇദ്ദേഹം കഴിക്കുകയല്ലല്ലോ, അനന്തരവർക്കിത് പകർന്നു കൊടുക്കുകയാണല്ലോ. അങ്ങനെ അവർ സംശയിച്ചു. ഇത് പല ദിവസങ്ങളിലായി. അപ്പൊ ഇവർക്കൊരു വാശിയായി. അങ്ങനെ വേണ്ടല്ലോ, താൻ കൊടുക്കുന്നില്ല, താൻ കൊടുക്കുന്ന അതല്ലെങ്കിൽ കഴിക്കുകയും വേണ്ട. അപ്പോൾ അവിടുത്തെ ആശ്രിതരായി കഴിയുന്ന, അടുക്കളയിലൊക്കെ സഹായിക്കുന്ന ആളുകളുണ്ട്. അവരെങ്ങാനും താൻ കാണാതെ ഈ പൊടിയരിക്കഞ്ഞി പകർന്നു കൊടുത്തിട്ടുണ്ടാവുമോ? അവരെ ചോദ്യം ചെയ്തു. അവരാരും കൊടുക്കുന്നില്ല. അത് വൈദ്യർക്ക് വേണ്ടി തയ്യാറാക്കുന്നത് അവർ തൊടത്തു പോലുമില്ല. അത്രയൊരു അകലവും ബഹുമാനവും ഒക്കെ അവർ കാണിക്കുന്നുണ്ട്. എങ്കിൽ അമ്മാവൻ തന്നെ അനന്തരവർക്ക് ഇത് പകർന്നു കൊടുക്കുന്നതായിരിക്കും. എങ്കിൽ അതിനൊന്ന് കാവല് നിന്നിട്ട് തന്നെ. അമ്മായിക്ക് വാശിയായി. ഇതൊന്നൊരു പോരൊന്നും അല്ല കേട്ടോ, ഒരു കൗതുകം. ഒരു ദിവസം കഞ്ഞി പകർന്നു. അമ്മാവൻ കഞ്ഞി കുടിക്കാനും ഒരുങ്ങുമ്പോൾ ഇതാ കൊച്ചു നാണവും സഹോദരിമാരും കൂടെ കയറി ചെന്നു. വളരെ വാത്സല്യത്തോടെ കുഞ്ഞുങ്ങൾക്ക് കൂടി കൊടുക്കാൻ
അദ്ദേഹം കൽപ്പിക്കുന്നു, പതിവ് പോലെ പൊതുവായ പാത്രത്തിൽ നിന്ന് കഞ്ഞി പകർന്ന് അവരവിടെ കൊണ്ട് വെക്കുന്നു. അമ്മാവനും അനന്തരവനും ആ കഞ്ഞി കുടിക്കുന്നു. അങ്ങനെ പകർന്നു കൊടുക്കണ്ട, അവിടെ തീരുവോളം കാവൽ നിന്നു. കഞ്ഞി കുടിച്ചു തീർന്നു. കുഞ്ഞുങ്ങൾ അത്ര വേഗത്തിൽ കഴിക്കില്ലല്ലോ. അവരിങ്ങനെ സാവകാശം കഴിച്ച് ഏതായാലും അമ്മാവൻ കഴിച്ച് എഴുന്നേറ്റ് പോയി. കുഞ്ഞുങ്ങൾ നീ അവരല്ലേ, കഴിച്ചു തീർന്ന പാത്രത്തിൽ നിന്ന് നീ പകർന്നു കൊടുക്കുകയല്ലോ. മറ്റേത് ഇതാ തൻ്റെ സ്വാധീനത്തിലിരിക്കുകയാണ്, മിച്ചമുള്ള പൊടിയരിക്കഞ്ഞി വെച്ച പാത്രം. അപ്പോൾ അവരാ ഭർത്താവ് കഴിച്ച് ആ പാത്രം എടുത്ത് കഴുകി വെച്ചു. വന്നപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളും ആ പാത്രം ഏതാണ്ട് കാലിയാക്കി അവർ എഴുന്നേറ്റ് പോയി. ആ പാത്രം ചെന്നെടുത്തപ്പം അതിലാണ്ട് പൊടിയരിക്കഞ്ഞിയുടെ വറ്റ്. എന്താ പറയുക? ഓർക്കണം, ബാല്യകാലത്താണ് എന്ന് പറഞ്ഞാൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ഒക്കെ ഒരുങ്ങുന്നതേ ഉള്ളൂ. അത്രയും പ്രായമേ ആയിട്ടുള്ളൂ. പണ്ട് കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. ഏറെക്കുറെ ഒരു പ്രായം ആകുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള ശിക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങൂ. ഇവര് അതിശയിച്ചു പോയി. ഇവരുടെ സംശയങ്ങളെല്ലാം തീർന്നു. ഭർത്താവ് പലപ്പോഴും പറയുന്നുണ്ട്, നാണുവിനെ നമുക്ക് കിട്ടില്ല, നാണു നമുക്കുള്ളതല്ല. പിള്ളെ അദ്ദേഹം പറയുന്നത് സത്യമാണ്. ഇവനിൽ അതിനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. ഈ ഒരു സംഭവത്തോടെ ഏതാണ്ട് കുടുംബ വൃത്തങ്ങളിലൊക്കെ ചില സൂചനകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുടുംബത്തെ കുഞ്ഞുങ്ങൾ എന്നുള്ള മുൻവിധി ആയിരിക്കുമല്ലോ എപ്പോഴും ഈ മുന്നിൽ നിൽക്കുക. അതിനപ്പുറത്തേക്ക് നാണുവിന് സവിശേഷതകളുണ്ട് എന്ന് തോന്നാനിടയായ ഒരു സംഭവമാണ് ഇത്. ഇന്നും ആ കുടുംബത്തുള്ള തലമുറകൾ ആദരവോടെ പറഞ്ഞു പോരുന്ന ഒരു സംഭവമാണ്. ഇതിനെ നമുക്കൊരു അതിശയോക്തി കലർത്തി പറയുന്ന ഒരു കാര്യമായിട്ട് കാണാവുന്നതേ ഉള്ളൂ. അങ്ങനെ കാണുന്നവരങ്ങനെ കാണട്ടെ. ഗുരുവിൻ്റെ പല പല സംഭവങ്ങളെയും നമ്മളാരും അതിന് നേർസാക്ഷിയല്ല, കാലം കടന്നുപോയി. അതെല്ലാം ഇതുപോലെ സാക്ഷ്യം പറഞ്ഞവരിലൂടെയാണ് നാം അറിഞ്ഞത്. പല പല അനുസ്മരണങ്ങളിലൂടെയാണ് അറിഞ്ഞത്. അത് കേട്ടുകേഴ്വിയല്ല. നേരിട്ടുള്ള അനുഭവങ്ങൾ അനുഭവസ്ഥർ പറയുമ്പോൾ നമ്മൾ അതിനെ നമുക്കതിനെ ഗൗനിക്കാതിരിക്കാൻ കഴിയുമോ? ഇതാ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ ഒരു സംഭവമാണ്. ഒരു സഞ്ചാരത്തിനിടയ്ക്ക് ഗുരുദേവൻ ഒരിടത്ത് വിശ്രമിക്കുകയാണ്. അപ്പോൾ ഗുരുദേവനെ പരിചയപ്പെടുവാൻ ഒരു തിരുമേനി വരികയുണ്ടായി. ഗുരുവുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അദ്ദേഹം ഈ മാസ്മരിക വിദ്യ പഠിച്ചയാളായിരുന്നു. അതിലയാൾക്ക് നല്ല ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു. ഗുരുവിൻ്റെ സ്വഭാവം അറിയാമല്ലോ. ഏത് തരത്തിലുള്ള ആളുകൾ വന്നാലും അവരുടെ ആ തലത്തിലേക്ക് ഇറങ്ങി ചെല്ലും. അവരുടെ പ്രവൃത്തി ആയിക്കൊള്ളട്ടെ, അവരുടെ മറ്റ് വ്യവഹാരങ്ങളൊക്കെ ആയിക്കൊള്ളട്ടെ, അതിനെക്കുറിച്ചെല്ലാം ചോദിച്ച് മനസ്സിലാക്കും. കൃഷിയാണെങ്കിലും തൊഴിലാണെങ്കിലും വൈദ്യമാണെങ്കിലും. അവിടത്തേക്ക് അറിയാത്തതായി ഒന്നുമില്ല എങ്കിൽ പോലും അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്നൊരു സംശയം വരാം. സത്യത്തിൽ ആ ചോദ്യത്തിലൂടെ
അവരുടെ അറിവിനെ ഒന്നുകൂടെ ഉറപ്പിക്കുകയല്ലേ ഗുരു ചെയ്യുന്നത്. അപ്പം മെസ്മറിസത്തെക്കുറിച്ചൊക്കെ ഇദ്ദേഹം ഇച്ചിരി ആവേശത്തോടെ ഇച്ചിരി വാചാലനായി അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു. അപ്പോൾ അതിനെ ആളുകളെ മയക്കുന്നതും അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ മനോവിചാരങ്ങളെ ഒക്കെ ചൂഴ്ന്നെടുക്കുന്നതും ഒക്കെ ഇയാൾ നല്ല ആത്മവിശ്വാസത്തോടെയാണ് ഗുരുവിൻ്റെ മുമ്പിൽ പറയുന്നത്. അപ്പോൾ ഗുരു ചോദിച്ചു, എങ്കിൽ നമ്മളെ കൂടി ഒന്ന് ഈ മാസ്മരിക വിദ്യയിലൂടെ ഒന്ന് വെളിപ്പെടുത്താമോ, മനോഗതം വെളിപ്പെടുത്താമോ? അപ്പോൾ അദ്ദേഹം അതിനെ വലിയൊരു അഭിമാനമായും അംഗീകാരമായും കണ്ടു. ഗുരുവിനെയും ഈ വിദ്യക്ക് വിധേയമാക്കുകയാണ്. അപ്പൊ ഗുരു ഒരു ചാരു കസേരയിലിരിക്കുകയായിരുന്നു. അദ്ദേഹം നേരെ അഭിമുഖമായി മറ്റൊരു കസേരയിലിരുന്നു. ഗുരുവിൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അപ്പൊ ഗുരുവിനെ ഉറക്കാനുള്ള അയാളുടെ ആ വിദ്യ അവിടെ പ്രയോഗിക്കുകയാണ്. കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഗുരുവിൻ്റെ ദൃഷ്ടി അയാളുടെ കണ്ണിലും ഉണ്ടായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ വളരെ ആകാംക്ഷയോടെ, ചിലരൊക്കെയാണ് നെഞ്ചിടിപ്പോടെ വീക്ഷിച്ചുകൊണ്ട് ചിലർ നിൽപ്പുണ്ടായിരുന്നു. അവിടെ സംഭവിക്കുന്നവരെല്ലാം കാണുകയാണ്. ഈ മനുഷ്യനാണ്ട്, ഈ തിരുവേനിയാണ്ട് മയക്കത്തിലേക്ക് പോകുന്നു. ഇയാളവിടെ മയങ്ങിപ്പോകുന്നു. കസേരയിൽ ചാഞ്ഞ് മയങ്ങുന്നു. ഗുരു സ്വാഭാവികമായി ആ ഇരുന്ന ഇരിപ്പിൽ നോക്കുന്നു. പലർക്കും ചിരി പൊട്ടി. ചിലരാണെങ്കിൽ ഇതെന്താണ് സംഭവിച്ചത് അമ്പരന്ന് നിൽക്കുകയാണ്. അല്പസമയം കഴിയുമ്പോൾ ഗുരു അയാളെ സ്പർശിക്കുന്നു. അയാൾ സാവധാനം ഉറക്കത്തിൽ നിന്നെന്ന പോലെ ഉണരുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് പെട്ടെന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ ബോധം മറഞ്ഞിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അങ്കലാപ്പ്. പരിസരബോധം വരുമ്പോൾ എന്താണ്, താൻ തൃപ്പാദങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അയ്യോ, ഒപ്പമാണ് ഇരിക്കുന്നത്. മറ്റേത് സാധാരണ നിലയിൽ ഒരാളെ മെസ്മറൈസ് ചെല്ലുമ്പോൾ ഇരിക്കുന്ന രീതിയിൽ അങ്ങ് ഇരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്നും തോന്നിയില്ല. ഇയാൾ പെട്ടെന്ന് കസേര നീക്കി എഴുന്നേൽക്കുന്നു. കരുതാത്തത് എന്തോ പ്രവർത്തിച്ച മാതിരി, അപരാധം ചെയ്ത മാതിരി അവിടെ അല്പം പശ്ചാത്താപത്തോടെ നിൽക്കുന്നു. പെട്ടെന്ന് അയാൾക്ക് മനസ്സിലായി, അയ്യോ, സ്വാമികളെ താൻ മെസ്മറൈസ് ചെയ്യുകയായിരുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചത്? താൻ മയങ്ങിപ്പോയി. ദൈവമേ, ഗുരുസ്വാമിയെ മെസ്മറൈസ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ കാണുന്നത് അവിടെ ദീർഘദണ്ഡ നമസ്കാരം ചെയ്യുന്നതാണ്. അപ്പൊ അതുവരെ ഗുരുവുമായി ഈ വാദവും ഒക്കെ നടത്തിയിരുന്ന അദ്ദേഹം, ഈ പലതും ഗുരു പറയുന്നതിനെ കടന്നു പൂരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ആ തെറ്റുകൾ മനസ്സിലാക്കുകയാണ്. ഒരിക്കലും വാദിക്കേണ്ട ഒരാളല്ലിത് എന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ്. അതുവരെ കണ്ട ഗുരുവിനെ അല്ല അയാൾ പിന്നീട് കാണുന്നത്. അവിടെ സകലതും സമർപ്പിക്കുകയാണ്. തൻ്റെ അഹംഭാവം അത്രയും അവിടെ സമർപ്പിക്കപ്പെടുകയാണ്. തീർച്ചയായും അയാൾ നല്ലൊരു ഭക്തനായി മാറിയിട്ടുണ്ട്, ഉറപ്പാണ്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. ഗുരുവിനെ മെസ്മറൈസ് ചെയ്യുവാൻ ആർക്കും സാധിക്കില്ല. ഇദ്ദേഹത്തിൻ്റെ അമിത വിശ്വാസം ഇവിടെ പോയി. അപ്പൊ ഇവിടെ നമ്മൾ ഗുരുവിനെ പരീക്ഷിക്കാൻ വന്ന ഒരാളെ ഗുരു ഇന്ന തരത്തിൽ കൈകാര്യം ചെയ്തു എന്ന് ആ ഒരു മേനി പറയുകയല്ല വേണ്ടത്.
ഇതിലൂടെയെല്ലാം ഗുരുവിൻ്റെ മഹത്വം, അവിടുത്തെ സിദ്ധികൾ വെളിപ്പെടുകയാണ്. ഒരിക്കൽ ഒരു വൈദ്യർ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ സഹായം ചെയ്യുന്നയാളാണ്. പലപ്പോഴും ഗുരുവിനോടൊപ്പം സഞ്ചരിക്കുന്ന ആളുമായിരുന്നു. അതുകൊണ്ട് ഗുരുവിനെ നല്ല പരിചയമുണ്ട്. അത് പരിചയം മാത്രമാണ് കർത്തവ്യം. ഗുരുവിനെ അറിഞ്ഞു എന്ന് പറഞ്ഞുകൂടാ. അറിയാം, പലതും അറിയാം. ഇദ്ദേഹം ഒരു പേരെടുത്ത വൈദ്യനായിരുന്നു. ധാരാളം ആളുകൾ അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്നു. അതിൻ്റെതായ ഒരു അഹംഭാവം ഉള്ളിലുണ്ട്, പുറമേയും ഇല്ലാതില്ല. ഒരിക്കൽ അരുവിപ്പുറത്തൊരു വിശേഷാൽ കാര്യത്തിന് ആളുകൾ ധാരാളം കൂടിയിട്ടുണ്ട്. സമുദായ കാര്യത്തിനുള്ള ഒരു ആലോചന കൂടി നടക്കുന്നത് കൊണ്ട് സമുദായത്തിലെ പ്രമാണപ്പെട്ട പലരും അവിടെ വരുന്ന ദിവസമാണ്. അപ്പൊ അന്ന് അവിടെ എത്തിയ ഒരു ഭക്തൻ, അദ്ദേഹം വളരെ ദുരിതത്തിലാണ്, മറ്റൊന്നുമല്ല, അദ്ദേഹത്തിനൊരു ചെവി ദീനം. ഈ ചെവിയിൽ എന്തോ അണുക്കൾ, അത് വല്ലാത്ത ഉപദ്രവം ചെയ്യുന്നു. വല്ലാത്ത അസ്വസ്ഥതയും വല്ലാത്ത വേദനയും. പല വഴികൾ നോക്കിയിട്ടും അതിനൊരു ശമനം ആകുന്നില്ല. ഇദ്ദേഹം അവിടെ കിടന്ന് വേദന കൊണ്ട് പൊളയുന്നതും പലരും കാണുന്നുണ്ട്. ഇപ്പൊ തൃപ്പാദങ്ങൾ ആ സന്നിധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പലരും അവിടെ, വൈദ്യന്മാര് പലരും അവിടെ കൂടിയിട്ടുണ്ടാവും. അവർ പ്രയോഗിച്ച പൊടിക്കൈകളൊന്നും വിജയിക്കുന്നില്ല. തൃപ്പാദങ്ങൾ എത്തി. തൃപ്പാദങ്ങളുടെ മുമ്പിൽ ഈ സാധു ആനയിക്കപ്പെടുന്നു. തൃപ്പാദങ്ങൾ ഒന്ന് പരിശോധിക്കുന്നു. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ദൂരേക്കൊക്കെ ഒന്ന് നോക്കി. ഇപ്പോ മരുന്നെന്തോ നിർദ്ദേശിക്കാനാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. തുവരയുടെ കാലമായിരുന്നു. അത് ധാരാളം വളർന്നിങ്ങനെ തഴച്ചു നിൽക്കുകയാണ്. അപ്പൊ ഈ വൈദ്യർ അവിടെ ഉണ്ട്, മുൻനിരയിൽ തന്നെയുണ്ട്. ആ വൈദ്യരോട് കൽപ്പിച്ചു, ആ തുവരയുടെ ഇല നുള്ളിയെടുത്ത് പിഴിഞ്ഞു കൊണ്ടുവരിക. അപ്പൊ വൈദ്യര് പോയി. അവര് നിസ്സാര കാര്യമല്ലേ, ഒരു വൈദ്യരെ സംബന്ധിച്ചൊരു തുവര നുള്ളിയെടുത്ത് അത് പിഴിയുക. അത് ഉള്ളം കയ്യിലിട്ടൊന്ന് കശക്കി കൂട്ടി ഞെക്കിക്കഴിഞ്ഞാൽ തീർന്നു. അദ്ദേഹം പോയി, വേഗം പോയി തുവരയുടെ നാമ്പ് നുള്ളി ഈ കശക്കിക്കൊണ്ട് തിരിച്ചു വന്നു. ഏതാണ്ട് ഗുരു നിർദ്ദേശിക്കുന്ന പോലെ ഈ തുള്ളി പിഴിയാനായിട്ട് ഇദ്ദേഹം തയ്യാറെടുത്തു. പക്ഷെ ഞെക്കിയിട്ട് ഒരു തുള്ളി പോലും വരുന്നില്ല. ഇദ്ദേഹം അതിശയിച്ച് കൈ എടുത്തു നോക്കിയപ്പോ ഇല ഇങ്ങനെ തിങ്ങി ഇറങ്ങിയൊക്കെ ഇരിപ്പുണ്ട്, ഒരു തുള്ളി പോലും വരുന്നില്ല. തുള്ളിയ നാമ്പിന്റെ കുഴപ്പമാണ്. ഇദ്ദേഹം വീണ്ടും തത്രപ്പെട്ട് അങ്ങോട്ട് ഓടി. കുറേയേറെ ഇലകൾ തളിര് തന്നെ എടുത്ത് ഉള്ളം കയ്യിലിട്ട് തിരുമുന്നു. വളരെ ശ്രദ്ധയോടെ തിരുമ്മി ഇതാ ഞെക്കി തുള്ളി പൊഴിക്കാനായിട്ട് വന്നു. മാറ്റമൊന്നുമില്ല, ഒരു തുള്ളി പോലും പൊഴിയുന്നില്ല. അപ്പൊ ഇദ്ദേഹത്തിന് പരിഭ്രമമായി. അയ്യോ, ഈ നുള്ളിയെടുത്ത ഇലയുടെ കുഴപ്പമായിരിക്കും, താൻ ഇനി തളിരല്ലേ എടുത്തത്. ഇദ്ദേഹത്തിനകപ്പാടെ ഒരു വിഭ്രമമാകുന്നു. വീണ്ടും പോയി ഇപ്രകാരം തന്നെ ആവർത്തിക്കുന്നു. കൂടുതൽ
ഈ തളിരെടുത്ത് നല്ലപോലെ കശക്കി പിഴിഞ്ഞിട്ടും ഒരു തുള്ളി പോലും വന്നില്ല. അപ്പൊ ആകെ വീർപ്പ് മുട്ടി എല്ലാവരും നിൽക്കുകയാണ്. ഈ സാധു വേദന കൊണ്ട് പൊളഞ്ഞും നിൽക്കുകയാണ്. ഗുരു ഇതെല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മൂന്നാമതും ഈ ശ്രമം, ഈ വൈദ്യരുടെ ശ്രമം പരാജയപ്പെട്ടപ്പോ ഇത്ര വിഷമമോ എന്ന് ചോദിച്ചുകൊണ്ട് ഗുരു അവിടെ നിന്ന് എഴുന്നേറ്റ് ഇതോ അവിടോട്ട് ചെന്ന് ഏതാനും തളിര് നുള്ളിയെടുത്ത് ഇത് കശക്കിക്കൊണ്ട് തിരികെ എത്തുമ്പോഴേക്കും ഏതാണ്ട് അത് പാകപ്പെട്ടു. ആ സാധുവിൻ്റെ ചെവിയിലേക്ക് കൃത്യമായി, അതെത്ര സൂക്ഷ്മമാണ് ആ തുള്ളി വീഴുന്നത്. ഗുരുവിനോട് എന്തൊരനുസരണയാണതിന്. അവിടുത്തെ ആ കൈയടക്കം, ആ മനസ്സിൻ്റെ അടക്കം തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ഇരു ചെവികളിലും അതിൻ്റെ തുള്ളി വീഴ്ത്തി. അതോടെ ആ കർണങ്ങളിൽ ബാധിച്ചിരുന്ന അണുക്കളുണ്ട്, അപ്പോൾ അടുത്ത് നിൽക്കുന്നവർക്ക് കാണാറായി ഈ ചെറിയ നൂല് പോലുള്ള ചില ഈ നൂൽപ്പുഴു പോലെ, അത് സൂക്ഷ്മ ജീവികളാണ്. അത് വേഗം പുറത്തേക്ക് ഇഴഞ്ഞു പോകുന്നത്. സുഖമായല്ലോ, ഒത്തുപോയല്ലോ എന്ന് അവിടുന്ന് ആത്മഗതം ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുകയും ചെയ്തു. വൈദ്യർ ഏതാണ്ട് അല്പം ഒന്ന് വേർത്തൊക്കെയാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചൊടികൾ വിറയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിനൊന്നും പറയാൻ സാധിക്കില്ല. അത്രയും ആളുകളുടെ മുമ്പിൽ തൻ്റെ ഈ വൈദ്യത്തിലുള്ള പ്രാവീണ്യം പരാജയപ്പെട്ടല്ലോ, ഒന്നും ആയില്ലല്ലോ, ഒന്നുമല്ലാതായി തീർന്നല്ലോ എന്ന തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ ഭൈരവൻ ശാന്തികളെ പോലുള്ളവരവിടെ നിൽക്കുകയാണ്. അവർക്ക് കാര്യം മനസ്സിലായി. ഇദ്ദേഹത്തിന് ഒരല്പ അഹംഭാവം ഉണ്ടായിരുന്നു. സ്വാമിയോട് ഒപ്പത്തിനൊപ്പം സംസാരിക്കുക, പ്രത്യേകിച്ചും വൈദിക വിഷയം പറയുമ്പോൾ വൈദികത്തിൽ ഗുരുവിനേക്കാൾ മുമ്പനാണ് താൻ എന്നുള്ള ഒരു അഹംഭാവത്തോടെ ഗുരു പറയുന്നതിനെയൊക്കെ ചില സമയം ഖണ്ഡിക്കാതെ ഇരിക്കുന്നില്ല. ധിക്കാരമൊന്നുമല്ല കേട്ടോ. ആ പാണ്ഡിത്യത്തിൽ, അദ്ദേഹത്തിൻ്റെ ആ പാണ്ഡിത്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം ഇങ്ങനെയൊക്കെ അങ്ങ് ആക്കി തീർത്തു. ഇതാ നിസ്സാരം ഒരില പിഴിയുന്നതിൽ പോലും അദ്ദേഹം പരാജയപ്പെട്ടു. ഇപ്പൊ വൈദ്യൻ അദ്ദേഹത്തിനുണ്ടായിരിക്കേണ്ട ഒരു വലിയ ഗുണമാണ് വിനയം. വിനയം വേണം. അപ്പൊ ആ വിനയമില്ലാതെ ചികിത്സിച്ചാൽ കൈപുണ്യം കാണും, പലതും കാണും. പക്ഷേ വൈദ്യന്റെ പ്രധാനപ്പെട്ട ഒരു മഹത്വം അവിടെ കെട്ടുപോവുകയാണ്. ഇവിടെ ഗുരു ഒരു സന്ദർഭം വന്നപ്പോൾ, അഥവാ ഒരു സന്ദർഭം ഉണ്ടാക്കി ആ മനുഷ്യനെ തിരുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ അഹംഭാവത്തെ ഒഴിക്കുകയാണ്. അഹംഭാവം ഒഴിഞ്ഞ് ആ വൈദ്യനും അദ്ദേഹത്തിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് വരികയാണ്. ഇതൊരു ശിക്ഷണമാണ്, ശിക്ഷയല്ല. ശിക്ഷയായിട്ട് നമുക്ക് തോന്നും, പക്ഷേ ഗുരുക്കന്മാരുടെ ശിക്ഷ അത് രക്ഷയ്ക്കായിട്ടാണ് വരുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണവും കൂടിയാണിത്. അപ്പോൾ സംഭവം എന്തായിരുന്നു? ഗുരുവിനോട് പോലും ഒപ്പം നിന്ന് തർക്കിക്കുക, ഗുരു പറയുന്നതിനെ കടത്തിപ്പറഞ്ഞ് പൂരിപ്പിക്കുക, അതിനെ തിരുത്താൻ ശ്രമിക്കുക. ഇത് എല്ലാവർക്കും ഒരു പാഠമായി. പലരും ഇത് കണ്ട് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു അനുഭവത്തിലൂടെ ഒരാൾ മാത്രമേ ഇത് പഠിക്കുന്നുള്ളൂ എന്ന് നമുക്ക് തോന്നും. എന്നാൽ അങ്ങനല്ല.
ഒരാളുടെ അനുഭവം എത്രയോ ആളുകൾക്ക് പാഠമാകുന്നുണ്ട്, എത്രയോ പേർ തിരുത്തപ്പെടുന്നുണ്ട്. അത്രയോ ആളുകൾക്ക് പാഠമാകാൻ ഒരു ഉപാധിയായി മാറുക, ഒരു നിമിത്തമായി മാറുക, അതും ഗുരുദേവ അനുഗ്രഹം തന്നെയാണ്. അവിടെ അപമാനമായിട്ട് അവർക്കത് തോന്നേണ്ടതുമില്ല. നോക്കൂ, എത്രയോ ആളുകളുടെ അഹംഭാവം ഇങ്ങനെ ശമിച്ചിട്ടുണ്ട്. ഇത് ടി.കെ. മാധവനെ പോലുള്ള മഹാപുരുഷന്മാർ പോലും അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അതൊക്കെ നമുക്ക് ഇന്നിതുപോലെ സന്ദർഭം പോലെ നമുക്ക് കാണാവുന്നതാണ്. ഒരു വാരണപ്പള്ളിയിൽ വിദ്യാഭ്യാസം ചെയ്ത കാലം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നല്ലവണ്ണം കേട്ടിട്ടുണ്ട്, വായിച്ചു മറിഞ്ഞിട്ടുണ്ട്. അവിടെ ഏതാണ്ട് ഒരൊറ്റപ്പെട്ട നിലയിലായിരുന്നു ഗുരുവിൻ്റെ വാസം. കൂട്ടാരും ഇല്ലായിരുന്നെന്നല്ല, പക്ഷേ ആ കൂട്ടുഗുരുവിൻ്റെ ആ നിഷ്ഠയ്ക്ക് ചേരുന്നതല്ലായിരുന്നു. കളിതമാശകളും കുസൃതികളുമൊക്കെ സഹപാഠികളിലേറി നിൽക്കും. ആ കുസൃതികൾക്കൊന്നും വഴിപ്പെടാത്തത് കൊണ്ടും ഏറിയ സമയവും വാരണപ്പള്ളി കുടുംബ കാരണവരോടും അവിടുത്തെ അമ്മമാരോടും, അവരെല്ലാം നല്ല വിദ്വത്വമുള്ളവരായിരുന്നു, അവരോടൊക്കെ ചേർന്ന് ഗൗരവമുള്ള ഭക്തിമാർഗ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ഈ പാരായണാദികളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്യുന്നതിൽ താല്പര്യമുള്ള ആ നാണുവിനെ ആ മഹത്വത്തിൽ ഉൾക്കൊള്ളാൻ അവർ തയ്യാറായിരുന്നില്ല. അവർ പലപ്പോഴും ഈ കളിയാക്കുമായിരുന്നു. അപ്പോൾ അവർ ഒരു ദിവസം അന്നത്തെ പാഠമെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഒരു ഉത്സവത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അവിടുത്തെ രീതി അറിയാം. അപ്പം ഇവിടെ നിന്ന് നോക്കുമ്പോൾ നേരെ അക്കരെയായിരിക്കും ക്ഷേത്രം. പക്ഷേ ഈ തോടോ കൈത്തോടുകളോ ഇനി കായലിൻ്റെ ഒരു ഭാഗം കയറി കിടക്കുന്നതൊക്കെ ആയിട്ട് നേരെ നോക്കുമ്പം കാണുന്നത് പോലെ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ സാധിക്കില്ല. ഇതെല്ലാം വളഞ്ഞു തുറ്റി ഈ തടിപ്പാലമൊക്കെ കടന്നു കയറി വരമ്പ് താണ്ടി ചിലയിടത്ത് ചെല്ലുമ്പം ഈ കുഴിയും ചെളിയും ഒക്കെ കാണും. അപ്പൊ ഇതെല്ലാം കടന്നു വേണം അവിടെ ചെല്ലുവാൻ. ഉത്സവത്തിന് പോകുമ്പോൾ അല്പം ഒരുങ്ങിയൊക്കെ പോണമല്ലോ. ഇവരിങ്ങനെ കളിതാമാശമൊക്കെ പറഞ്ഞ് ആ ഉത്സവത്തിന് പോകുന്നതിൻ്റെതായ ഒരു പ്രത്യേക മനസ്ഥിതി. ഇങ്ങനെ ഒരുങ്ങി വന്നപ്പോഴത്തേക്ക് സന്ധ്യ കഴിഞ്ഞു, ഇരുട്ടായി. ഇവര് പോകാനിറങ്ങിയപ്പോൾ അങ്ങനെ ഉപയോഗിക്കാവുന്ന വിളക്കുകളൊന്നും, വിദ്യാർത്ഥികളല്ലേ, അപ്പൊ അവർക്കങ്ങനെ ഇല്ല. അപ്പൊ എന്ത് വേണ്ടു, അവർക്കൊരു നിരാശയായി. അപ്പോൾ ആ ദൂരെ നിന്നും ഉത്സവത്തിൻ്റെ ഒരു ചടങ്ങ് തുടങ്ങിയതായിട്ടുള്ള ഒരു വാദ്യഘോഷങ്ങൾ കേൾക്കാറായി. ഇനി എങ്ങനെയാണെങ്കിലും അവിടെ ചെല്ലുമ്പോഴേക്കും ചെല്ലാൻ ഒത്താ തന്നെ സമയം കഴിഞ്ഞു പോകുമല്ലോ. വളരെ നിരാശയോടെ അവരിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഗുരു എന്തോ മനോഗതത്തിൽ മുഴുകി ഇങ്ങനെ ഇരിക്കുന്നു. എന്താണ് അവിടുത്തെ ഉള്ളിലെന്ന് മുഖം കാണുമ്പോൾ അറിയാം. ഗഹനമായ ചിന്തകളിലാണ്. പാഠ്യ ഭാഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വായിച്ചു കൊണ്ടിരിക്കുന്ന ആ ഗ്രന്ഥത്തിൻ്റെ ആ ആശയങ്ങളിൽ കൂടെ അവിടുന്ന് വിഹരിക്കുകയായിരിക്കാം. അത് കാണുമ്പോൾ തന്നെ അറിയാം. ഒരു വേള ഗുരു ആ ചിന്തയിൽ നിന്നുണർന്നു, സതീർത്ഥരെ കാണുന്നു. അപ്പോൾ അവരാകെപ്പാടെ
നിരാശരായിട്ട് കാണപ്പെടുന്നു. ഗുരു ചോദിക്കുന്നു, എന്താണ്? അപ്പോൾ പറഞ്ഞു, നാണു, ഉത്സവത്തിന് പോകാൻ ഒരുങ്ങിയതാണ്. ഇത് ഇരുട്ടായല്ലോ. ഈ ഇരുട്ടത്ത് ഇനി എങ്ങനെ പോകാനാണ്? പോകണ്ടെന്ന് വെച്ചു. അപ്പോൾ ഗുരു അങ്ങോട്ട് നോക്കി. പോകണമോ? നമുക്കറിയാം വഴി. ഇവർക്കൊരു പ്രതീക്ഷയായി. പോകണമല്ലോ എന്നുള്ള ആ വലിയ ആഗ്രഹം ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നാണു പറഞ്ഞതിനെ പൂർണ്ണമായിട്ടൊന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഗുരു ഇവര് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുമ്പോ നാണു ഭക്തൻ കൽപ്പിക്കുന്നു, നമ്മുടെ പുറകെ പോരാമല്ലോ. നാണു മുമ്പേ നടന്നു, പുറകെ ഇവരും നടന്നു. ഇങ്ങനെ നടന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ ആ ക്ഷേത്രപ്പറമ്പിൽ എത്തിച്ചേർന്നു. ഇവർ കാണാൻ ഉദ്ദേശിച്ച ആ വിശേഷ ചടങ്ങ് അവിടെ ഏതാണ്ട് തുടങ്ങുന്നു. ആരംഭം മുതൽ തന്നെ ഇവർക്കത് കാണാനും പറ്റി. അവിടെ ചെന്ന പാടെ അതിലേക്ക് തന്നെ ശ്രദ്ധ പോയതുകൊണ്ട് അത് തീരുവോളം അവരത് ആസ്വദിച്ചും രസിച്ചുമൊക്കെ അവിടെ നിലകൊണ്ടു. രാവേറെ ചെന്നു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ ഇനി മടങ്ങിപ്പോരണമല്ലോ. നാണുവിനെ അന്വേഷിക്കുന്നു. അല്ല, നാണു എന്തി? നാണു എവിടെ? ഇപ്പം മാറി ഇരിപ്പുണ്ടാവും. എപ്പോഴും അതാണല്ലോ പതിവ്. ഇപ്പം മാറി എവിടെയെങ്കിലും കാണും. ബഹളങ്ങളുള്ളിടത്തൊന്നും നാണുഭക്തനെ കാണാറില്ല. ഇപ്പം കണ്ടുപിടിച്ചേ പറ്റൂ. അതുകൊണ്ട് ആൾക്കൂട്ടത്തിൽ തിരയുന്നതിൽ കഥയില്ല. ഒരിക്കലും ഈ കൂട്ടത്തിൽ കാണില്ല. ഉത്സവം കഴിഞ്ഞ് ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ആ ഉത്സവപ്പുറം ഏതാണ്ടൊന്ന് ഒഴിഞ്ഞു. എവിടെയെങ്ങാനും ഉണ്ടോ? നോക്കാവുന്നിടത്തൊക്കെ നോക്കി. ഇന്നത്തെ പോലെ വ്യാപകമായിട്ട് വിളിച്ചൊന്നും അന്നത്തെ കാലത്തുണ്ടാവില്ലല്ലോ. ഒരു കാര്യം അവർക്ക് മനസ്സിലായി, നാണു ഇവിടെ എങ്ങുമില്ല. അഥവാ ഉണ്ടെങ്കിലും നാണു ഏതോ ലോകത്ത് ചിന്തയിൽ ലയിച്ചിരിക്കുകയായിരിക്കും. ചിലർ ധൈര്യം സംഭരിച്ച് വിളിച്ചൊക്കെ നോക്കി, പക്ഷെ ആ വിളി കേട്ടില്ല. ഇവർക്കൊരു കാര്യം അറിയാം, ഈ പറയുന്ന രീതി വളഞ്ഞു ചുറ്റിയൊന്നും അല്ല വന്നത്. നേരായ ഒരു വഴി കൂടെ അധികം സമയമൊന്നും എടുക്കാതെ ഇവിടെ വന്നു. കൊച്ചുനാണുവിന് എത്ര തിട്ടമാണ് ആ വഴി. ഇങ്ങനെ ഒരു വഴിയുള്ളതായിട്ട് ആരും പറഞ്ഞും കേട്ടിട്ടില്ല. പലയിടത്തും പോയ തങ്ങൾ ഇങ്ങനെ ഒരു വഴി കണ്ടിട്ടുമില്ല. എന്തായിക്കോട്ടെ, നാണുവിനെ അറിയുള്ളൂ ആ വഴി. ആ വഴി എങ്ങനെ കണ്ടുപിടിക്കാനാണ്? അവർ ഒന്ന് ഇന്നിടത്താണ് വന്നു കയറിയത് എന്നുള്ള ഒരു നിശ്ചയം വെച്ച് ആ വഴി കണ്ടുപിടിക്കാൻ പലരും ശ്രമിച്ചു, പരാജയപ്പെട്ടു. നേരം വെളുക്കുന്നതുവരെ കാത്തിരിക്കുകയല്ലാതെ മാർഗമില്ലാതായി. നേരം വെളുത്തിട്ടോ, ആ വെളിച്ചത്ത്, ആ പകൽ വെളിച്ചത്ത് കാണുന്നത് മുഴുവൻ ഈ പറഞ്ഞ പോലെ തോടോ, ആ ഇടയ്ക്കിടയ്ക്കൊക്കെ വേലികളോ വയലുകളോ, എതിലേ കൂടെയാണ് വന്നത്? ഇവർ തമ്മിൽ തമ്മിൽ നോക്കുകയാണ്. പിന്നെ അറിയാവുന്ന വഴി ആദ്യം സൂചിപ്പിച്ചതുപോലെ വളഞ്ഞു ചുറ്റി ദീർഘനേരം നടന്ന് അവിടെ വരുമ്പോ പ്രാതകൃത്യങ്ങളെല്ലാം ചെയ്ത് തൻ്റെതായ ഒരു ലോകത്ത് ഗുരു ഇങ്ങനെ ലയിച്ചിരിക്കുകയാണ്. പാഠഭാഗങ്ങളൊക്കെ ഇറക്കുന്നതിലായിരുന്നു അവിടുത്തെ ശ്രദ്ധ. ഒന്നും അവർക്ക് ചോദിക്കാൻ പറ്റിയില്ല. അവരും പയ്യെ പയ്യെ അറിഞ്ഞു തുടങ്ങുകയാണ്. പലരും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ദൈവമേ, എന്തെല്ലാം പറഞ്ഞ് കളിയാക്കി. ആഹാര സന്ദർഭത്തിൽ പോലും പല കുസൃതികളും കാണിച്ചത്
അവർ ഓർത്തു. എന്താണാണോ ഇട്ടേച്ചു പോകുന്നത് അങ്ങനെ ചോദിക്കാൻ പോലും തോന്നിയില്ല. പുറമേക്ക് സതീർത്ഥ്യനെ തൊഴുകയോ ഒക്കെ ചെയ്യുന്നത് അതൊരു ശീലമില്ലാത്തത് കൊണ്ട് അവരത് ചെയ്തില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഈ സതീർത്ഥ്യർ നമിക്കുകയായിരുന്നു. ഇത് പറയുന്നത് ഈ ലോകത്തെ മുഴുവൻ വശീകരിക്കുവാൻ, ഈ ലോകത്തെ മുഴുവൻ ആജ്ഞാനുവർത്തികളാക്കുവാൻ കേവലം തത്വപ്രകാശനം മാത്രം പോരാ. ഈ പാമര ജനങ്ങളെ കൂടി, ഇനി പണ്ഡിതരായിക്കൊള്ളട്ടെ പാമരന്മാരും ആയിക്കൊള്ളട്ടെ, സർവ ജനങ്ങളെയും ഒരുപോലെ വിശ്വസിപ്പിക്കുവാൻ. അപ്പം അത് വിശ്വസിപ്പിക്കുന്നത് എന്തിനാണ്? ഒരിക്കലും തനിക്ക് മേനി നടിക്കാനല്ല, തൻ്റെ സിദ്ധി വിഭവത്തെ പ്രകടിപ്പിച്ച് അതിൽ കേമത്വം നടിക്കാനല്ല. മഹാകാര്യങ്ങൾ അവിടത്തേക്ക് വെളിപ്പെടുത്താനുണ്ട്. അപ്പൊ അവിടെ അംഗീകാരം വേണം. അപ്പൊ ആ അംഗീകാരം ഉണ്ടായി വരുന്നതിന് ഇതുപോലുള്ള സിദ്ധികൾ അത് സ്വാഭാവികമായി തന്നെ അത് പ്രകടമായി വരും. അത് നിയതിയുടെ നിശ്ചയമാണ്. ഗുരുവിൽ നിന്ന് ഇതുപോലുള്ള സിദ്ധികളൊക്കെ പ്രകടമാകുമ്പോൾ അതിശയപൂർവം ആളുകൾ ഇത് പറഞ്ഞ് അവിടുത്തെ പ്രണമിക്കുമ്പോൾ അവിടുന്ന് തികഞ്ഞ നിസ്സംഗതയോടെ താനൊന്നും ചെയ്തില്ലല്ലോ, ഇനി അതല്ല അത് മറ്റു വല്ല കാരണവും കൊണ്ടായിരിക്കും, ആണ്ട് മഴ പെയ്തു, അത് മഴ പെയ്യാൻ നേരത്തെ നാം അങ്ങനെ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അതങ്ങനല്ലേ? മഴ പെയ്യാൻ തുള്ളി പൊഴിയുന്നു, ഇപ്പം മഴ പെയ്യും, നമുക്കും പ്രവചിക്കാം. പക്ഷെ ഇങ്ങനെ പറയുന്നതൊന്നും മറ്റുള്ളവർക്ക് സമാധാനമല്ല. മഴയുടെ യാതൊരു ലക്ഷണവും സമീപകാലത്തൊന്നും മഴയുണ്ടാവില്ല എന്ന് തികഞ്ഞ ബോധ്യമുള്ള സന്ദർഭത്തിൽ കുറെ സമയം കൊണ്ട് അന്തരീക്ഷം മാറി മഴ പെയ്യുക. ഗുരു അതിനെ ലഘൂകരിച്ച് പറഞ്ഞാലും ഭക്തന്മാർക്ക് അത് ഒന്നുകൂടി ആഴത്തിൽ വിശ്വാസത്തിൽ വരികയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? ഗുരു അഹംഭാവം വെടിഞ്ഞവനാണ്, വൻപാകെ വെടിഞ്ഞവനാണ്. ഇതൊന്നും തൻ്റേതല്ല. ഒരു വേള അവിടുന്ന് അരുളിയതുപോലെ ഈശ്വരൻ തന്നെ കൊണ്ട് ചെയ്യിക്കുന്നു. ഒരു സന്ദർഭത്തിൽ അവിടുന്ന് മുഴിഞ്ഞതാണ്. ഇത്തരമുള്ള സിദ്ധികൾ അത് സിദ്ധമായതിനെയല്ലേ പ്രകടിപ്പിക്കാൻ പറ്റൂ. കുമാരനാശാനെ പോലെയുള്ളവർ അന്ധവിശ്വാസികളായിരുന്നില്ല, നല്ല യുക്തിബോധമുള്ളവരായിരുന്നു. അദ്ദേഹത്തിന് ഇതുപോലുള്ള എത്രയോ എത്രയോ സംഭവങ്ങൾ വിവരിക്കുവാൻ സാധിക്കുമായിരുന്നു. നേരനുഭവങ്ങൾ തന്നെ ഒരു മഹാകാവ്യത്തിന് പര്യാപ്തമായിരുന്നു. നിർഭാഗ്യവശാൽ അത് നമുക്ക് ലഭിക്കുകയുണ്ടായില്ല. ഒരു സംഭവവും കൂടി കണ്ടുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് മുമ്പ് നടന്നതാണ് എന്നതുകൊണ്ട് ആണ് ഇത് ഇവിടെ പരാമർശിക്കാവുന്ന വെക്കുന്നത്. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ. അതിനു മുമ്പ് അരുവിപ്പുറം വാസം തുടങ്ങിയിരുന്നു. അരുവിപ്പുറം വാസകാലത്ത് സമീപവാസികൾ പലരും ഗുരുവിനെ ആദരിച്ചും പലപ്പോഴും ഗൃഹങ്ങളിലേക്ക് ക്ഷണിച്ച്
സൽക്കരിച്ചും ബഹുമാനിച്ചുമൊക്കെ കഴിഞ്ഞിരുന്നു. SNDP യോഗത്തിൻ്റെ രജിസ്ട്രേഷൻ നടക്കുമ്പോൾ ഒന്നാം പേരുകാരനായി കാണുന്ന ഒരു മഹാത്മാവുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭവനമാണ് പുലിവാതുക്കൽ എന്ന് പറയും. അവിടുത്തെ കാരണവരായിരുന്നു ഈ മാടൻ വേലായുധൻ വൈദ്യൻ എന്ന പ്രസിദ്ധൻ. അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു മുമ്പ് സൂചിപ്പിച്ചയാൾ. അപ്പൊ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു പാരായണം നടക്കുന്നു, ഒരു പുരാണ പാരായണം നടക്കുന്നു. അപ്പൊ ചില സന്ദർഭങ്ങളിലൊക്കെ വിശേഷാൽ കാര്യമായിട്ടും ചില വിശേഷ ദിവസങ്ങളിലൊക്കെ ഒരു അനുഷ്ഠാനം എന്ന നിലയിലും ഇങ്ങനെ പാരായണം നടത്തുകയും ശേഷിയുള്ളവർ ഇമ്പത്തിൽ ഈണത്തിൽ പാടാൻ കഴിയുന്നവരെ വിശേഷാൽ ക്ഷണിച്ചു വരുത്തുകയും കുറച്ചുകൂടിയൊക്കെ വിശാല മനസ്ഥിതിയുള്ളവർ, വിജ്ഞാനദാഹമൊക്കെ ഉള്ളവർ, അങ്ങനെയുള്ളവരെ വിളിച്ച്, നല്ല വിദ്വാൻമാരെ വിളിച്ച് പാരായണത്തോടൊപ്പം തന്നെ അർത്ഥം പറയിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ വേലായുധൻ വൈദ്യരുടെ വീട്ടിൽ ഇത് നടക്കുകയാണ്. അപ്പൊ ഇതിൻ്റെ ഏതാണ്ട് സമാപ്തി, ദിവസങ്ങൾ നീളുന്ന ഒരു ചടങ്ങാണത്. ഇതിൻ്റെ സമാപ്തി ഘട്ടത്തിലേക്ക് ഗുരുവിനെയും ക്ഷണിച്ചു കൊണ്ടുപോയി. അപ്പൊ അവിടെ ആളുകളുണ്ട്. ഗുരുവിൻ്റെ തന്നെ ആവരണപ്പള്ളിയിലെ സതീർത്ഥ്യനായിരുന്ന വെളുത്തേരി, അകാലത്തിൽ പൊലിഞ്ഞുപോയ മഹാകവി, അദ്ദേഹമുണ്ട്. അപ്പൊ അദ്ദേഹം ഈ അർത്ഥപ്രവചനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുവും അവിടെ ഇരുന്ന് അത് ശ്രവിക്കുന്നു. അവിടത്തേക്ക് അറിയാത്തതല്ലേ ഇതൊന്നും. അപ്പം നോക്കണം, ഒരു സന്ദർഭത്തിൽ ചെല്ലുമ്പോൾ, ഒരു സന്ദർഭത്തിലോട്ട് അവിടുന്ന് കടന്നു ചെല്ലുമ്പോൾ ആ സന്ദർഭത്തോടും ചേരുകയാണ്. ഗുരുവിൻ്റെ ഈ സൂക്ഷ്മ പ്രതികരണം പോലും നമ്മൾ ശ്രദ്ധിച്ചു പോകണം. മഹാജ്ഞാനിയാണ്, തന്നോളം അറിയുന്നവരല്ല ഇവിടെ വായിക്കുന്നത്, അങ്ങനെയുള്ള അവജ്ഞാഭാവമൊന്നുമില്ല. അവിടെ ഇരുന്ന് ശ്രദ്ധിക്കുകയാണ്. ഗുരുവിനോട് ചേർന്ന് തന്നെയാണ് ഗൃഹനാഥന് വരുന്നത്. ഇപ്പൊ ഏതോ കാര്യം പറഞ്ഞ് എൻ്റെ വിശദീകരണം നടത്തിയപ്പോൾ ഗുരു വൈദ്യരോട് പറഞ്ഞു, ആ പറഞ്ഞത് ശരിയല്ലല്ലോ. കേൾക്കേണ്ട പാതി കേട്ട പാതി, കേൾക്കാത്ത പാതി. വൈദ്യരത് ഉച്ചത്തിൽ അവിടെ പറയുകയും ചെയ്തു, ആ പറഞ്ഞത് ശരിയല്ല. അപ്പൊ അത് നാണുഭക്തനാണ്, നാണുസ്വാമിയാണ് പറഞ്ഞത്. എങ്കിൽ ശരിയായ അർത്ഥം നിങ്ങൾ പറയണം. അപ്പൊ ആ ഒരു പണ്ഡിത ഗർവ് വെളുത്തേരിക്ക് ഇല്ലാതില്ല അല്പം. അവിടെ ഗുരുദേവൻ അന്നുവരെ ആരും കാണാത്ത ഒരു വീക്ഷണത്തിൽ, പുതിയൊരു നിരൂപണത്തിൽ ആ കഥാസന്ദർഭത്തെ വായിച്ചത്, പറഞ്ഞത് എല്ലാവർക്കും അത് യുക്തിസഹമായി തോന്നി. അതാണ് അതിൻ്റെ ശരിയായ അർത്ഥമെന്ന് തോന്നി. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്നടങ്കം ഇനി സ്വാമി തന്നെ ബാക്കി പറയണമെന്നായി. അങ്ങനെ ഗുരുദേവൻ അർത്ഥപ്രവചനം നടത്തി. അങ്ങനെ ആ കഥ അങ്ങ് നീളുകയാണ്. അന്നത്തെ ദിവസം അവിടെ കഴിയുന്നു. പിറ്റേ ദിവസം അയൽഭവനത്തിലെ, അതൊരു നായർ ഭവനമായിരുന്നു, അവർ ശുചീന്ദ്രത്ത് ഒരു ക്ഷേത്രോത്സവത്തിൽ, അപ്പോൾ അവിടുത്തെ ഈ തേരോട്ടമൊക്കെ വളരെ പ്രസിദ്ധമാണ്, അത് കൂടുവാനായിട്ട് പുറപ്പെടുകയാണ്. അയലല്ലേ. വേലായുധം വൈദ്യരോട് ചോദിച്ചു, പോരുന്നോ? അപ്പോൾ ഇവിടെ ചടങ്ങ് നടക്കുമ്പോൾ എങ്ങനെ വരാൻ? അത് അസാധ്യമാണ്. അവരെ നല്ല വാക്ക് പറഞ്ഞ് യാത്രയാക്കി അവർ പുറപ്പെടുകയും ചെയ്തു. അന്നത്തെ ദിവസം അർത്ഥപ്രവചനമൊക്കെ കഴിഞ്ഞു. പിറ്റേന്നായി. അർത്ഥപ്രവചനവും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. സ്വാമിയുടെ സാന്നിധ്യം എല്ലാവർക്കും വളരെ തൃപ്തികരമായി. അങ്ങനെ ഈ ചടങ്ങിന് നല്ലൊരു അർത്ഥമുണ്ടായി. ആ ദിവസം
ഉച്ച തിരിഞ്ഞൊരു സമയം അവിടുന്ന് പാരായണം കഴിഞ്ഞ് വിശ്രമാർത്ഥം വെളിയിലിട്ടിരുന്ന ഒരു ചാരു കസേരയിൽ വിശ്രമിച്ചു. അപ്പൊ ഇടയ്ക്ക് വൈദ്യർ അന്വേഷിക്കുന്നുണ്ട്, എന്തെടുക്കുന്നു. അപ്പം ഇങ്ങനെയാണല്ലോ, ബഹുമാന്യനായ ഒരു വ്യക്തി, താൻ ആദരിക്കുന്ന ഒരു വ്യക്തി, പല അത്ഭുത സംഭവങ്ങൾക്കും താൻ സാക്ഷിയും കൂടെയാണ്. അതങ്ങനെ നല്ല ഒരു ആദരവ് വൈദ്യർക്ക് ഇതിനോടകം വന്നിട്ടുണ്ട്. ഒരു വേള അവിടുന്ന് ചെന്ന് നോക്കുമ്പോൾ അവിടുന്ന് 2 പഴം കഴിക്കുന്നു. അയനമ്പഴം ആ വീട്ടിലില്ല. ഇനി ആരെങ്കിലും കൊണ്ട് കൊടുത്തതാകുമെന്ന് കരുതാനും ന്യായമില്ല. കാരണം അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഒരിക്കലും ഉണ്ടാവുന്നില്ല. ഒരാകാംക്ഷ അതിശയമൊക്കെ തോന്നിയെങ്കിലും അവിടുത്തെ ചടങ്ങ് അങ്ങനെ നടക്കുന്നത് കൊണ്ട് അതിൽ വലിയ അന്വേഷണമൊന്നും നടത്തിയില്ല. ഇപ്പൊ ഗുരുദേവൻ അവിടെ നിന്ന് അല്പം വിശ്രമിച്ചിട്ട് തൊട്ട് അടുത്ത് തന്നെയാണ് ആ നായർ ഭവനം. അവിടേക്ക് ഇറങ്ങി ചെല്ലുന്നു. അവിടുത്തെ ആ അനന്തരവൻ അവിടെ ആ തോട്ടത്തിലുണ്ട്. അത് ഇങ്ങനെ പരിപാലിച്ച് നോക്കിയൊക്കെ നിൽപ്പുണ്ട്. അവിടെ നല്ല വെള്ളരിപ്പിഞ്ച് അതൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് ചിലതൊക്കെ നല്ല പച്ചയ്ക്ക് തിന്നാനുള്ള പാകത്തിലൊക്കെ നിൽക്കുകയാണ്. അപ്പം അദ്ദേഹത്തോട് കുശലം അന്വേഷിച്ചു. ഒരു വെള്ളരിപ്പിഞ്ച് ആവശ്യപ്പെട്ടു. അദ്ദേഹം നല്ലൊരു വെള്ളരിപ്പിഞ്ച് വെറുത്ത് കൊടുക്കുകയും ചെയ്തു. അവിടെ നിന്ന് അദ്ദേഹം അത് കഴിക്കുകയും തിരിച്ചു കയറിപ്പോരുകയും അല്പസമയം കൂടി ആ കസേരയിൽ കിടക്കുകയും ചെയ്തു. അപ്പൊ അതിൻ്റെ സമാപ്തിക്കൊന്നും ഗുരു കൂടിയില്ല. ആ സമയത്ത് അന്വേഷിച്ചപ്പം കണ്ടുമില്ല. ഇതിനോടകം എപ്പോഴോ അവിടുന്ന് മലയിലേക്ക് അരുവപ്പുറത്തേക്ക് മടങ്ങുകയും ചെയ്തു. അപ്പോൾ ആ ദിവസം കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കാണ്ട് ശുചീന്ദ്രത്ത് പോയവർ തിരിച്ചെത്തി. അപ്പോൾ അവർ ആ സന്തോഷം പങ്കിടാനായി ഇവിടെ നടന്ന ചടങ്ങുകളുടെ സമാപ്തിയും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ അതിലൊക്കെ വല്ലേ പങ്കിടാനായി അവർ കയറി വന്നു. അപ്പോൾ പലതും പറഞ്ഞ കൂട്ടത്തിൽ നാണുസ്വാമി അവിടെ വന്നിരുന്നു. നാണുസ്വാമി അവിടെ വന്നിരുന്നു എന്ന് ഇവർ സന്ദർഭവശാൽ പറയുകയുണ്ടായി. അപ്പം വേലായുധം വൈദ്യർ പറഞ്ഞു, സ്വാമി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവർ പറയുന്നു, അല്ല, അവിടെ ഉണ്ടായിരുന്നു. അതെങ്ങനെയാ ഇവിടെ ഈ അർത്ഥം പറഞ്ഞുകൊണ്ടിരുന്നതും കേട്ടുകൊണ്ടിരുന്നതും? വളരെ പേർ അതിന് സാക്ഷിയാണ്. അപ്പൊ അവിടെ ഒരു തർക്കം ഉണ്ടായി. അപ്പം അദ്ദേഹം പറഞ്ഞു, സ്വാമിയെ കണ്ട എനിക്കറിഞ്ഞുകൂടെ? സ്വാമി തന്നെയാണ് അവിടെ വന്നത്. ഞാൻ അവിടുന്ന് 2 പഴം വാങ്ങി കൊടുക്കുകയും ചെയ്തല്ലോ. ഈ പഴത്തിന്റെ കാര്യം വന്നപ്പോൾ ഇദ്ദേഹത്തിന് പെട്ടെന്നൊരു ഉള്ളിലൊരു ഒരു ചെറിയൊരു ഞെട്ടല്. 2 പഴം ഇവിടെ ഇരുന്ന് കഴിച്ചു. ആ പഴത്തിന്റെ കാര്യം ഓർമ്മ വന്ന് പെട്ടെന്ന് അദ്ദേഹം അങ്ങോട്ട് ചെന്ന് ആ കസേരയുടെ അടി പരിശോധിക്കുമ്പോൾ 2 പഴത്തൊലി അവിടെ കിടപ്പുണ്ട്. അതെടുത്ത് മാറ്റിയിട്ടില്ലായിരുന്നു. ഈ പഴത്തൊലി എടുത്ത് കാണിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് ഞാൻ കൊടുത്ത പഴത്തിന്റെ തൊലിയാണ്. അപ്പോൾ അനന്തരവൻ പറയുന്നു, അതെങ്ങനെ ശരിയാവും? അവിടെ വെച്ച് പഴം കൊടുത്തെങ്കിൽ ഇതാ ഇവിടേക്ക് ഇറങ്ങി വന്നിരുന്നു, എന്നോട് കുശലവും അന്വേഷിച്ചിരുന്നു, ആവശ്യപ്പെട്ട അനുസരിച്ച് ഒരു വെള്ളരിപ്പിഞ്ചി ഞാൻ പറിച്ചു കൊടുത്തു. എൻ്റെ അടുത്ത് നിന്നാണ് സ്വാമി അത് കഴിച്ചത്. ആകപ്പാടെ ആശയക്കുഴപ്പമായി. ആര് പറയുന്നതാണ് ശരി? എന്താണെങ്കിലും സ്വാമി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പുലിവാതുക്കൽ കൂടിയവരും, സ്വാമി ശുചീന്ദ്രത്ത് ചെന്നു എന്ന് ശുചീന്ദ്രത്ത് പോയവരും ഇടയ്ക്കിടയ്ക്ക് ആ വിഷയം അവസാനിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരുന്നു. ആരും വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല. അത് ദിവസങ്ങളൊക്കെ ഇങ്ങനെ കടന്നുപോയി. ഈ പുലിവാതുക്കൽ ഭവനത്തിന്റെ ശാഖകൾ പലതുണ്ട്. അതിലൊരു
വീട്ടുകാരുടെ സമീപത്ത് ഒരു ക്ഷേത്രോത്സവം നടക്കുന്നു. ആ ക്ഷേത്രത്തിലേക്കുള്ള ഈ കെട്ടി എഴുന്നള്ളിപ്പുമൊക്കെ പുറപ്പെടുന്നത് അവരുടെ തന്നെ ഒരു ബന്ധു ഭവനത്തിൽ നിന്നാണ്. സന്ദർഭവശാൽ ഗുരു ആ ഭവനത്തിൽ എഴുന്നള്ളുകയുണ്ടായി. അപ്പോൾ ഇതിനുള്ള ഒരുക്കുകളെല്ലാം നടക്കുന്ന സമയമാണ്. ഈ പറഞ്ഞ പ്രമാണിമാര് ഒക്കെ അവിടെ കൂടിയിട്ടുമുണ്ട്. അപ്പോൾ ഇവർക്ക് പെട്ടെന്നൊരു ആലോചനയുണ്ടായി. ഒരേ സമയം ഇവിടെ ഉണ്ടായിരുന്നു, അവിടെയും ഉണ്ടായിരുന്നു. നമുക്കിതൊന്ന് പരീക്ഷിച്ചു കളയാം. രണ്ടു കൂട്ടരും കൂടി ഒരു ധാരണയിലെത്തി. അവിടെ ഒരു കരിയിലക്കുളങ്ങര ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലേക്കാണ് ആ എഴുന്നള്ളിപ്പ് പോകുന്നത്. ആ ക്ഷേത്ര സന്നിധിയിൽ അവരൊരു കസേര ഒരുക്കിയിട്ടു. ഒരേ സമയം ഗുരു രണ്ടിടത്ത് പ്രത്യക്ഷപ്പെടുമെങ്കിൽ അത് നമുക്കൊന്നറിയാമല്ലോ. സാധാരണ ആതിഥേയ മര്യാദയിൽ ആവശ്യപ്പെടുന്നത് പോലെ തൃപ്പാദങ്ങൾ അല്പസമയം വീട്ടിലൊന്ന് വിശ്രമിക്കണമെന്ന് ഉണർത്തിച്ചു. തൃപ്പാദങ്ങൾ അത് അനുസരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു മുറിയിൽ കയറി അവിടുന്ന് വിശ്രമിക്കുന്ന വേളയിൽ അവർ ആ വെളിയിൽ നിന്ന് ആ വാതിലടച്ച് പൂട്ടിയത്രേ. ഈ ഘോഷയാത്രയോടൊപ്പം അവർ അങ്ങോട്ട് നീങ്ങുകയാണ്. അവിടത്തേക്ക് ഇങ്ങനെ വല്ല സിദ്ധി ഉണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ആ ഒരുക്കി ഇട്ട കസേരയിൽ അവിടുന്ന് കാണുമോ? വലിയ ആകാംക്ഷ മുറ്റി നിൽക്കുന്ന നിമിഷങ്ങളാണ് കടന്നുപോയത്. ഏതായാലും അവരെ അവിടെ എത്തുമ്പോൾ ദൈവമേ എന്താ പറയുക, ആ കസേരയിൽ ഗുരുദേവൻ വിശ്രമിക്കുന്നതായി കണ്ടു. ആ കസേരയിൽ ഗുരുദേവൻ വിശ്രമിക്കുന്നതായി കണ്ടു. പ്രിയമുള്ളവരെ, ഈ അഭിനവ വാഗ്ഭടൻ എന്ന് പ്രസിദ്ധി കേട്ട ഒരാളാണ് കായിക്കര PM ഗോവിന്ദനാശാൻ. അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഒക്കെ ഇപ്പം ലഭ്യമാണ്, ശിവഗിരിയിൽ നിന്നൊക്കെ ലഭിക്കും. അദ്ദേഹത്തെ പോലുള്ളവർ ഇതിനൊക്കെ സാക്ഷിയാകുമ്പോൾ, ഇതൊക്കെ വളരെ നിർവൃതിയോടെ പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഉൾനാടുകളിൽ നിന്ന് കേൾക്കുന്ന കഥകളില്ല എന്ന് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സംഭവത്തോടെയാണ് ഏറെ ആളുകൾ ഗുരുവിനെ ഭജിച്ചു തുടങ്ങുന്നത്. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് മുമ്പായിരുന്നു എന്ന് ഓർക്കണം. അരുവിപ്പുറം പ്രതിഷ്ഠ നടക്കുമ്പോൾ അവിടുത്തെ ദൈവത്തിന്റെ പ്രതിപുരുഷനായി തന്നെ സ്വദേശികൾ, തദ്ദേശീയർ കണ്ടു തുടങ്ങിയിരുന്നു, ബഹുമാനിച്ചു തുടങ്ങിയിരുന്നു എന്നല്ല, ആരാധിച്ചു തുടങ്ങിയിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ മായാവിനോദങ്ങൾ ഇനി എത്ര അതിലൂടെയെല്ലാം നമുക്ക് പിന്നാലെ വീണ്ടും കടന്നു പോകാം. എല്ലാവർക്കും ഗുരുകാരുണ്യം നേർന്നുകൊണ്ട് ശുഭരാത്രി നേരുന്നു. നന്ദി, നമസ്കാരം.